അപ്പൊ ദാ യുദ്ധം നമ്മൾ തുടങ്ങാൻ പോവാണ്. ജഡ്ജസ് സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? ഓക്കേ. ഈസ്റ്റേൺ മാജിക് ബീറ്റ്സ് റെഡി? ഓഹോ, താങ്ക് യു. യുജിഎസ് ഗോൾഡ് ലോൺ മിസ്റ്റിക് രാഗാസ്. ഓക്കേ ജഡ്ജസ്, കുറെ നേരമായിട്ട് ഇവിടുന്ന് കീ 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 സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് സൂപ്പർ ഓർക്കസ്ട്രയുടെ എന്തോ ഒരു പെർഫോമൻസ് ഇന്നത്തെ എപ്പിസോഡിലുണ്ട്. മാസ്റ്ററിലെ ഡിജെ ആണ്. ഇത് നമുക്ക് നമ്മുടെ തമിഴ്നാട് സിഎം വിജയ് സാറിന് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കേ, നമുക്ക് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ലേറ്റസ്റ്റ് ഹിറ്റ്സ് റൗണ്ടിലേക്ക് പോവാം. അതിനായി ഈസ്റ്റേൺ മാജിക് ബീറ്റ്സിൽ നിന്ന് ഞാൻ വെൽക്കം ചെയ്യുന്നു അജൽ. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും, അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ. തല തെറിച്ചവരൊട്ടാകെ വാഴണ കൊട്ടാരമാണിത്. പെട്ടാൽ പെടും അത് കട്ടായം. എട്ടിന്റെ പൂട്ടുള്ള കൂടാരം. തരരരത്തെ മടിയുടെ മലയോരത്തു ധ്യാനിച്ചിരിക്കുന്ന തോന്യാസി. ചുമ്മാതിരിപ്പിന്റെ അഭ്യാസി. ചോരത്തളപ്പുള്ള തോന്യാസി. തരരരത്താകമയുടെ കില്ലാടിയായി. ഇല്ലായ്മയിൽ ധാരാളിയായി. കുടിവലി ഉന്മാതിയായി. ഉന്നായ്മയിൽ കൂട്ടാളിയായി. ഭാവികളില്ലാത്തൊരു ഭൂതങ്ങളായി വാഴുന്നിതാ. മരക്കുരിശുകൾ എഴണ്ണമുള്ള സെമിത്തേരിയാണിത്. തോളത്തിരിപ്പവരന്യോന്യം പരപരാക്രമമാവോളം. തരരരത്തെ നിറയണമിനിയാമാശയം. അതിനില്ലാശയം ഉടയോനാശ്രയം. ഗതി കേടാണേ ആവാത ചൂടം മടുപ്പാണേ. ദരരരത്താ നഗരമിതൊന്നാന്തരം. അംബാനികൾ 100,000. അതിലൊരു ധാരാവിയിൽ നീരാവിയായി ജീവിതം. മുന്നിലെ കണ്ണാടിയും പുച്ഛം തരും കോലം മുഖം. തോനെയുണ്ട് നേരം, തീരെയില്ല വേഗം. ഇതെന്നു വേരിറങ്ങി മരവിച്ചു പോയ ദേഹം. കൊക്കിനൊത്തതൊക്കെ എടുത്തിട്ടണിഞ്ഞ ശേഷം മിച്ചമുള്ള ഇച്ചിലൊക്കെ പിച്ചി 7 പേരും. ചിക്കിളിക്ക് തപ്പി നോക്കിയപ്പ കിശക്കിക്കിളി. പ്രതീക്ഷ വച്ചതൊക്കെയും തിരിച്ചടിച്ച ഹിസ്റ്ററി. വയറ്റിലുള്ളതെങ്ങുമേ കൊളുത്തി വെച്ച ഇസ്തിരി. പമ്പിയാണ് റൈഡ് എന്റെ ബോഡിയിൽ പിടിച്ചിരി. വീറുവാറ്റി വീഞ്ഞു ബോട്ടിലാക്കി വിൽക്കും നാട്ടിൽ എനിക്ക് ചീമുട്ട പോലുമില്ല ചൂതാടാൻ. ഈ തീവണ്ടിയാകുന്ന ജീവിതത്തിനെതിരെ നിന്ന് നാം വീശിടുന്നു വെള്ള തൂവാന. നമ്മ ഊരിൽ വലിയ തോതിൽ ചൂടില്ല. ഉലകമാകും ഈ ഹോട്ടലിൽ ഫ്രീ ഊണില്ല. ചാരി നിൽക്കുവാൻ പോണ തൂണില്ല. എങ്കിലും വിയർപ്പൊടുക്കുവാൻ തക്ക മൂടില്ല. പകലും രാത്രിയും പോകുവതാരറിവോ. ബുധനും വ്യാഴവും മാറുവതാരറിവോ. നരകയറിയൊരമ്മാവനായി പെണ്ണോട്ടമിതേൽക്കാതെയായി. ഈ ചുവരിലെ മാറാല വലയിലെ പൊന്നീച്ചയായി വരും കൂത്താടിയായി. തല തെറിച്ചവരൊട്ടാകെ വാഴണ കൊട്ടാരമാണിത്. പെട്ടാൽ പെടും അത് കട്ടായം. എട്ടിന്റെ പൂട്ടുള്ള കൂടാരം. തരരരത്തെ മടിയുടെ മലയോരത്തു ധ്യാനിച്ചിരിക്കുന്ന തോന്യാസി. ചുമ്മാതിരിപ്പിന്റെ അഭ്യാസി. ചോരത്തളപ്പുള്ള തോന്യാസി.
ഗമയുടെ കില്ലാടിയായി ഇല്ലായ്മയിൽ ധാരാളിയായി കുടിവലി ഉന്മാതിയായി ഉന്നായ്മയിൽ കൂട്ടാളിയായി ഭാവികളില്ലാത്തൊരു ഭൂതങ്ങളായി വാഴുന്നിതാ വഴി പോക്ക് പല വള്ളികൾ നേരം പോക്ക് സ്ഥിതിഗതികൾ കെണികളിൽ പോക്ക് തട്ടാതെ മുട്ടാതെ മത്തായോട്ടം പല താഴാതിരു വഴി പോക്ക് പല വള്ളികൾ നേരം പോക്ക് സ്ഥിതിഗതികൾ കെണികളിൽ പോക്ക് തട്ടാതെ മുട്ടാതെ മത്തായോട്ടം. അജൽ, സൂപ്പർ സെലക്ഷൻ. അടിപൊളി പാട്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സിനിമ. അതെ, രോമാഞ്ചം. അതെ, ചോദിക്കാം നമുക്ക്. ചേച്ചി. അജൽ മാം, കലക്കൻ പാട്ടടാ. എനിക്കിഷ്ടമുള്ള ഒരു പാട്ടാ ഇത്. ഒരു പുതിയ ട്രെൻഡി പറഞ്ഞു. അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഞാൻ ഇവിടെ നിന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പടവും ഒരു സൂപ്പർ പടമായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാട്ട് അത്രയും ആ സമയത്ത് നല്ലോണം ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ട്. ഇത് എപ്പോഴും ഒരുപാട് റീൽസിലും ഇതിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പാട്ട്. നമുക്കൊന്ന് അതിന്റെ കൂടെ വൈബ് ചെയ്യാൻ തോന്നുന്ന ഒരു സംഭവം. എന്തായാലും ആ കണ്ണട ഒന്ന് മാറ്റണമെങ്കിൽ കാണണം. ആ കള്ളലക്ഷണം ഒന്ന് കാണട്ടെ. കലക്കി നന്നായി പാടി. നല്ലൊരു ഡിഫറെന്റ് സ്റ്റൈലിൽ പാടി. അജലിന്റെ ഒരു യൂഷ്വൽ ഒരു എന്താണ് പതുങ്ങിയിട്ടുള്ള പാട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമായി തുറന്നു പാടി. അത് രസമുണ്ടായിരുന്നു. നല്ല സ്റ്റൈലായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആ ഗ്രാഫിക്സ് ബാക്കിലത്തെ ആ LED വോളൊക്കെ അടിപൊളിയായിരുന്നു. കണ്ടിരുന്നോ? ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. ആ നമ്മള് ഒരു വേറെ ചിൽ മോഡിൽ എത്തിയ പോലെ ഒരു ഫീൽ ആയിരുന്നു. ഉഗ്രായിരുന്നടാ മോനെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതില് ഇടയിൽ മാത്രം കുറച്ച് മുകളിലേക്ക് ഹൈയിലോട്ട് മാറുമ്പം ഒരു പതർച്ച വന്നു. പക്ഷെ ബാക്കി മാനേജ് ചെയ്ത് കൊണ്ടുപോയി. വേറെ പ്രോബ്ലം ഒന്നുമില്ല. എനിക്ക് ഈ ചുവരുകൾ അവിടെ ഒരു ലൈനില്ലേ, ഈ ചുവരിലെ മാറാല വലയിലെ പൊന്നീച്ചയായി വരും കൂത്താടിയായി. ആ അതാ തൊട്ട് മുന്നേ അതിന്റെ ലൈനും ഇതും കൂടെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ഒരു ജേർക്ക് കൊണ്ട് അതങ്ങോട്ടൊന്ന് കുറച്ചൊന്ന് സ്ലിപ്പായി. അല്ലാതെ നൈസ് അറ്റംപ്റ്റ്. നല്ല ഒരു രസം ഉണ്ടായിരുന്നു. എന്നാലും ഈ ഒരു പാട്ട് അജൽ സെലക്ട് ചെയ്തത് അജലിന്റെ ഒരു വ്യത്യസ്തത തെളിയിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇത്രയും നാള് കുറച്ച് വോയിസ് പതുക്കി വെച്ച് ഇങ്ങനെ ഒതുക്കി പാടിയ ആള് ഇപ്പൊ ഒന്ന് ആ ഷെല്ലിൽ നിന്നും പുറത്ത് വന്ന പോലെ എനിക്കൊരു ഫീലിംഗ്. നന്നായിരുന്നു മോനെ. ഗുഡ് അറ്റംപ്റ്റ്. നല്ലൊരു നമ്മുടെ ഓർക്കസ്ട്രയും എല്ലാം കൊണ്ടത് ഒരു ജില്ലായി പെർഫോമൻസ്. അടിപൊളിയായിരുന്നു. അവിടെ പിള്ളേരൊക്കെ എല്ലാരും യോ ഒക്കെ ആക്കി എൻകറേജ് ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ടിരുന്നോ? കണ്ടിരുന്നു. ലാസ്റ്റിലത്തെ ഇത് ലാസ്റ്റ് ആരോ എൻകറേജ് ചെയ്തല്ലോ. അത് കണ്ടിരുന്നോ? അത് പാട്ട് അക്ഷടാ കലക്കി. സൂപ്പർ. ഇഷ്ടപ്പെട്ടു. താങ്ക് യു ചേച്ചി. ഷാനിക്ക. അജലേ സാർ, കലക്കിയാണ്. താങ്ക് യു സാർ. ഈ പാട്ട് എളുപ്പമല്ല. ഇതിലൊരു ഡെഫിനറ്റ് മെലഡി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു റാപ്പ് പോർഷൻ വരുന്നുണ്ട്. പിന്നെ അഗൈൻ ബാക്ക് ടു ഇതാണ്. എനിക്ക് ജസ്റ്റ് ആ റാപ്പ് കഴിഞ്ഞിട്ട് അനുപല്ലവിയിലേക്ക് കയറുന്നടുത്ത് ഒരു ചെറിയൊരു ശ്രുതി ഒന്ന് മാറിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് നാച്ചുറലാണ്. അതിങ്ങനെ കഥ എന്ന് പറഞ്ഞ് വന്നിട്ട് തിരിച്ച് ശ്രുതിയിലേക്ക് കയറാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട്. പിന്നെ ഇത് പാടിയത് സിയാഉൽ ഹക്ക് എനിക്ക് വേണ്ടി 2 പാട്ട് പാടിയിട്ടുണ്ട്. ഒന്ന് ഓരബ്ബ ഭയങ്കരിയ പെണ്ണ് ഭയങ്കരിയ, പിന്നെ ചങ്ങാതി നന്നായാൽ ആട് 2 പാടിയിട്ടുണ്ട്. ഉഗ്രൻ സിംഗർ. ബിരിയാണി മേടിച്ചു കൊടുക്കണം, അത്രേ ഉള്ളൂ. എന്നാലേ പാടുള്ളൂ. പിന്നെ MC കൂപ്പർ ഇതിന്റെ റാപ്പ്. അതുപോലെ ഇപ്പൊ ഒരുപാട് റാപ്പേഴ്സ് ഉണ്ട്. ബേബി ജീൻ, ഡാബ്സി, പിന്നെ അതുപോലെ RZ. അപ്പം മലയാളം മ്യൂസിക്, ഫിലിം മ്യൂസിക് ആയിക്കോട്ടെ, ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആയിക്കോട്ടെ, ഒരു ഭയങ്കര ജോണർ ഷിഫ്റ്റിലൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാര്യം. നമുക്ക് പുതിയ സൗണ്ട്സ്, പുതിയ വോയിസ് ഒക്കെ കേൾക്കാൻ പറ്റുന്ന ഒരു കാലത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അജല് ഈ ഒരു പാട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട്. ബുദ്ധിമുട്ടാണ് ഇത് ആക്ച്വലി. കാരണം ഇത്രയും റാപ്പ് ഉണ്ട്, ഇതൊക്കെ പഠിക്കണ്ടേ. ഒക്കെ അസലായിട്ട് തന്നെ ചെയ്തിട്ട് എനിക്കൊന്ന് വളരെ ചുരുക്കം റിയാലിറ്റി ഷോസിലായിരിക്കും ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടന്നിട്ടുണ്ടാവുക, ഉറപ്പായിട്ടും. അപ്പൊ അത് അമൃത TV സൂപ്പർ സ്റ്റാറിലാണ് ഇതിന്റെ ഒക്കെ തുടക്കം. അതിന് ഹാറ്റ്സ് ഓഫ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. MG സർ. അജല് കുജലേ സാർ, എന്നായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് തുറന്ന് പാടി കുറേ സ്ഥലങ്ങള്. അതെ, അപ്പൊ ഒരു സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ. എനിക്ക് രോമാഞ്ചം.
അങ്ങനെ ട്രെൻഡിയായി. നൈസ് നൈസ്. Yeah. നമ്മളെ എന്താണ് ഒഴുക്കിന് കൂടെ പോകണ്ടേ നമ്മള്, അല്ലേ? തീർച്ചയായിട്ടും. സോ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നന്നായിരുന്നു. Thank you, sir. ഒരു മൂഡുണ്ട്, നമ്മളൊരു സ്വിങ്ങിങ് മൂഡുണ്ട്. അതെ. ആ ഒരു രസമുണ്ട്. പിന്നെ റാപ്പ് ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നൊരു പാട്ട്. എന്തായാലും നല്ല രസമുള്ളൊരു പാട്ടും അവൻ്റെ സെലക്ഷൻ നന്നായിരുന്നു. പക്ഷേ ഈ താഴെ പാടിയല്ലോ എന്തോ വയറ്റിലുള്ള റാപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ആ അവിടെ എന്തിനായിരുന്നു ഈ 3-4 വെള്ളി കൊണ്ടിട്ടല്ലോ? അല്ല, എനിക്കവിടെ കട്ടായി പോയി പെട്ടെന്ന് ബേസ് ആയപ്പോഴേക്കും. ആ അപ്പൊ അവിടെ വെള്ളി വന്നു. തോനെയുണ്ട് എന്ന് തോനെയുണ്ട്. ഇങ്ങനെ ഒന്ന് പാടിക്കേ കേക്കട്ടാ. തോനെയുണ്ട് നേരം തീരെയില്ല വേഗം ഇതെന്നു വേരിറങ്ങി മരവിച്ചു പോയ ദേഹം കൊക്കിനൊത്ത തൊക്കയെടുത്തിട്ടണിഞ്ഞ ശേഷം മിച്ചമുള്ള എച്ചിലൊക്കെ പിച്ചിയേഴ് പേരും ചിക്കിളിക്ക് തപ്പി നോക്കിയപ്പോ കീശയ്ക്ക് കിളി പ്രതീക്ഷ വെച്ചതൊക്കെയും തിരിച്ചടിച്ച ഹിസ്റ്ററി വയറ്റിലുള്ളതെങ്ങുമേ കൊളുത്തി വെച്ച ഇസ്തിരി പമ്പിയാണ് റൈഡി എന്റെ ബോഡിയിൽ പിടിച്ചിരി വീറുവാറ്റി വീഞ്ഞ് ബോട്ടിലാക്കി വെക്കും നാട്ടിലെനിക്ക് ചീമുട്ട പോലുമില്ല ചൂതാടാൻ ഈ തീവണ്ടിയാകുന്ന ജീവിതത്തിനെതിരെ നിന്ന് നാം വീശിടുന്നു വെള്ള തൂവാല നമ്മ ഊരിൽ വലിയ തോതിൽ ചൂടില്ല ഉലകമാകും ഈ ഹോട്ടലിൽ ഫ്രീ ഊണി ചാരി നിൽക്കുവാൻ പോണ തൂണില്ല എങ്കിലും വിയർപ്പൊഴുക്കുവാൻ തക്ക മൂടില്ല. നന്നായിരുന്നു. എനിക്ക് ആ പോർഷൻ ഇഷ്ടപ്പെട്ടു. പിന്നെ പാടിയപ്പോ അറിയാതെ 2-3 വെള്ളിയൊക്കെ വന്നു സാറ്. പിന്നെ ഈ ബുധനും വ്യാഴനും വന്നു ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് ചാരി നിൽക്കുവാൻ പകലും രാത്രിയും അങ്ങനെ ആ ഒരു പകലും രാത്രിയും പോകുവതാരറിവോ ബുധനും വ്യാഴവും മാറുവതാരറിവോ അതടുത്ത് നരകേറിയൊരമ്മാവനായി പെണ്ണോട്ടം ഇതേൽക്കാതെയായി അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എത്തിയാ പിടിക്കുന്ന. നൈസ്. അതങ്ങോട്ട് തുറന്നങ്ങോട്ട് വിട്ടേടേ നോക്കട്ടെ. പകലും രാത്രിയും പോകുവതാരറിവോ ബുധനും വ്യാഴവും മാറുവതാരറിവോ നരകേറിയൊരമ്മാവനായി പെണ്ണോട്ടം ഇതേൽക്കാതെയായി ആ ആ ഓ ഓ ആ ഓട്ടതാ നീ പാട്. ഈ ചുവരിലെ മറാല വലയിലെ പൊന്നീച്ചയായി വരും കൂത്താടിയായി. ആ മതി മതി. നീ ഒന്ന് ഉറപ്പിച്ചാ മതി കേട്ടോ. നന്നായിരുന്നു. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു എന്താണ് പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്, ഇത്രേ അക്ഷരങ്ങൾ കാണാ പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രയാസമാണ്. എസ്പെഷ്യലി ഈ റാപ്പിന്റെ ഇത് വരുമ്പോഴത്തേക്ക് അതിങ്ങനെ വായിക്കാത്ത നിൽക്കണ്ടേ, കറക്റ്റായിട്ട് താളത്തിൽ നിൽക്കണം, വരികൾ കൃത്യമായിട്ട് കേൾക്കണം. ഇതൊക്കെ കുറച്ച് പ്രയാസമുള്ള കാര്യങ്ങളാണ്. എന്തായാലും നല്ലൊരു രസം, നല്ലൊരു ആഘോഷം, ഒരു രോമാഞ്ചം. ലവ് യു. ശരത് സർ. എടാ അജലേ, സാർ മനോഹരമായിട്ടുണ്ടായിരുന്നു അജലേ. താങ്ക് യു സാർ. കാരണം നല്ല രസമുള്ള ഒരു കോമ്പോസിഷൻ. നമ്മുടെ സുഷിൻ എൻ്റെ ചക്കരയാണ്. അപ്പോൾ അതിൽ കുറേ സന്തോഷം. സുഷിൻ്റെ ഒരു പാട്ട് പാടിയതിൽ സുഷിൻ ചെന്നൈയിലായിരുന്നു, നമ്മുടെ ദീപകിൻ്റെ സ്റ്റുഡിയോയിലായിരുന്നു തൊട്ടടുത്ത്. അപ്പം മിക്കവാറും ദിവസങ്ങളിൽ ഇവനെ ഷോർട്ട് സെറ്റും അല്ലാതെയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അല്ലാതെ എനിക്ക് പ്രോഗ്രാം ചെയ്യാൻ വന്നിട്ടുണ്ടോന്ന് അതൊക്കെ ഓർമ്മയുണ്ട്. ഇപ്പോൾ ഈ 2 അവാർഡ് കൊടുത്തത് ഞാനായിരുന്നു സുഷിന്. അപ്പോൾ സുഷിനെ ഇഷ്ടമാണ് എനിക്ക്. അപ്പൊ ചക്കരെ നന്നായിട്ട് പാടിയത്. താങ്ക് യു സാർ. നല്ല ഇതിന് വേണ്ട ഒരു ഡ്രഗി ഫീലാണ്. ആ മെലഡിയുടെ സ്വഭാവം തന്നെ അങ്ങനെയാണ്. അപ്പൊ അത് മനസ്സിലാക്കി പാടി നീ കൃത്യമായിട്ട്. താങ്ക് യു സാർ. അതുപോലെ ഈ റാപ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ അണ്ണം പറഞ്ഞില്ലേ ഈ പകലും രാത്രിയും, അതൊരു കൺട്രോൾ ഇല്ലായിരുന്നു. അത് മൊത്തം എന്താ പറയണ്ടേ, ഈ ക്വാർട്ടർ അല്ലാതെ ഫുൾ അടിച്ചതിന് ശേഷമുള്ള ലെവലായത്. അപ്പൊ അതങ്ങനെ വരരുത്. അത് മാത്രം അതും കൂടെ ഒരു കട്ടയ്ക്കുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഞെട്ടിയേനെ. ബാക്കിയൊക്കെ ഇത്രയൊക്കെ ഓർത്ത് വെച്ച് പാടിയില്ല നീ, അതിന് വലിയ കാര്യമാണ്. താങ്ക് യു സാർ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിന്നിങ്ങനെ. താങ്ക് യു സാർ. കാര്യം നിന്റെ ഒരു സ്വഭാവത്തിന് സാധാരണ ഇങ്ങനെയുള്ള പാട്ടുകൾ നീ എടുത്തുകൊണ്ട് വരാറില്ല. വളരെ സോഫ്റ്റായിട്ട് എങ്ങനെങ്കിലും ഞങ്ങളുടെ കണ്ണി പൊടിയിടാൻ പറ്റിയ പാട്ടുകൾ എടുത്തിട്ട് വന്നാൽ പാടാറ്. പക്ഷെ ഇതൊക്കെ വരുമ്പോൾ നല്ല കാര്യം, ഇങ്ങനെയുള്ള പാട്ടുകൾ പാടണ്ടേ. ഇത് രസമാണ്. ആ ഒരു കോമ്പസിഷൻ നല്ല സ്വിങ് അല്ലേ. അത് പ്രത്യേകിച്ച് ഇങ്ങനൊരു പടവും. ഇപ്പം നമുക്കെല്ലാം ഇപ്പം സിയാഉൽ ഹക്ക് ആണെങ്കിലും ഒരു ചക്കരയാണവൻ. നീയും എൻ്റെ ഒരു ചക്കരയാണ്. നീ നന്നായിട്ട് പാടി. വെള്ളിയും അതിനെപ്പറ്റി ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ടടാ. മൊത്തത്തിൽ നല്ലതായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു പാട്ടിനോടുള്ള ഒരു ഇഷ്ടവും നീ ഉഴുതടാ. നിന്റെ പകലും രാത്രി ഒഴിച്ച് ബാക്കി എല്ലാം എനിക്ക് ഇഷ്ടം. താങ്ക് യു സാർ. അപ്പൊ മാർക്സ് ചോദിക്കാം. MG സർ 9.2. താങ്ക് യു സാർ. താങ്ക് യു സർ. ശരത് സർ. അജലേ സാർ 9.3. താങ്ക് യു സാർ. താങ്ക് യു സർ. ചേച്ചി. അജലേ, മാം. അജലിന്റെ മാർക്സ് ദാ. താങ്ക് യു മാം. ഓക്കെ, സോ ടോട്ടൽ 18.5. താങ്ക് യു. ഇനി നമുക്ക് മിസ്റ്റേക്ക് രാഗാസിൽ നിന്ന് വിളിക്കാം. സോ ലെറ്റ്സ് വെൽക്കം കീർത്തി.
ಅಸುರನಿ ರಾವಣ ಅರಿಶಕ್ಕೂಟಂ ಮತ್ತು ಅನ್ನ ರಾಕ್ಷಸರಾಡ പത്തുതല വീരം കൊത്തനാട് ശൗര്യം മുട്ടുമട കാത്തൊരു വീരം കേസെന്തോരം ചുമ്മാതെ എന്നാലും കണ്ടോടാ തോക്കില്ലേലും കയ്യൂക്കിൻ തന്റെ ഇടം കണ്ടോടാ ഉടനടിയിട്ടോര കലാപക്കാര ഞങ്ങൾ വികാരമില്ല പൈകൾ കടാര കേറ്റും നോക്കാതിടമ്പലം ഈ ഒരു ഗതി പിറാന്തുമൂടിൽ കണ്ണിൽ പെടാതിരുന്ന കൊള്ളാം പിടഞ്ഞൊടുക്കെ തീർന്നേക്കാ ആരുടെ വിധിയ അസുരനി രാവണ ഹർഷക്കൂട്ടം മത്തു വന്ന രാക്ഷസരാടാ പത്തുതല വീര്യം കൊത്തനാട് ശൗര്യം മുട്ടുമട കാത്തൊരു വീരം ചീട്ട് കൊട്ടാരോ പെണ്ണിൻ മൂക്കിനറ്റത്ത് കാറ്റടിച്ചപ്പോ വീണ കൂടാരോ ഉയരു നിറയെ ഉടലു നിറയെ പടരുമുടനെ കുളിരോ ഉശിരോ കരവോ കടലോ കനലോ കടലു മുഴുവിൽ ഒഴുകി ഒഴുകി കലാപക്കാരെ നിങ്ങൾ മറന്നിടാതെ മോഹത്തടങ്കിലാക്കും ഞാനോ നിരന്തരം പിരാന്തുമൂടിൽ പോലും പരാതിയില്ല കൂടെ സവാരിയാകാൻ പോരുന്നു കലാപക്കാര ഞങ്ങൾ വികാരമില്ല കണ്ണിൽ വിടാതെ മിന്നും മിന്നൽ തൊടാതെടാ പിരാന്തുമൂടിൽ കണ്ണിൽ പെടാതിരുന്നാൽ കൊള്ളാം പിടഞ്ഞൊടുക്കെ തീർന്നേക്കാം കലാപക്കാര ഞങ്ങൾ വികാരമില്ല പൈകൾ കടാര കേറ്റും നോക്കാതിടമ്പലം ഈ ഒരു ഗതി പിരാന്തുമൂടിൽ കണ്ണിൽ പെടാതിരുന്നാൽ കൊള്ളാം പിടഞ്ഞൊടുക്കെ തീർന്നേക്കാം ആരുടെ വിധിയാ കീർത്തി എന്തോ? സൂപ്പർ Thank you, sister. അടിപൊളി എനർജി എന്താ ഡാൻസ് പിന്നെ കീർത്തി ഡാൻസ് കളിക്കാൻ പിന്നെ, ഓ, മിടുക്കിയാണ് ആ. ആ സ്റ്റെപ്സ് ഒക്കെ ഭയങ്കര അസാധ്യം അടിപൊളിയായിരുന്നു Thank you, കാണാൻ sir. മാത്രമേ ഉള്ളൂ കുറച്ച് പുറകിൽ ഡാൻസ് ആദ്യം മനോഹരമായിരുന്നു. താങ്ക് യു സർ പക്ഷെ ഇതിലെ ആ ഒരു വോയിസും എല്ലാം ഭയങ്കര നിനക്ക് ചേരുന്നുണ്ടായിരുന്നു. താങ്ക് യു ചേച്ചി ചോദിക്കാം നമുക്ക്. ഓക്കെ ചോദിക്കാം ആ ഷാനിക കീർത്തി എന്തോയ്ക്ക ഒരു ഓളം അതെ ഉണ്ട്. താങ്ക് യു പിന്നെ ഡെഫിനറ്റ്ലി ഡാൻസ്, ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതെ ആ വോയിസ് ടെക്സ്ചർ അതൊക്കെ അടിപൊളിയായിരുന്നു. ശ്രുതി ഇങ്ങനെ വേവർ ചെയ്തുകൊണ്ടിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഈ പാട്ടിന് അങ്ങനെ ഒരു കൾച്ചറും കൂടിയാണ്, ഒരു സ്വിങ് മോഡാണ്, ഒരു ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലൈനിലൂടെ പോകേണ്ട പാട്ടും അല്ല. അതിന് ഈ ഒരു സ്വിങ് വേണം താൻ. കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ ആണ് ഫീൽ ചെയ്തത്. ബാക്കി അതർവൈസ് നോക്കുമ്പോൾ നല്ല ഓളുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു റൗണ്ട് വന്നതിൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ പാട്ടുകളൊക്കെ ഉണ്ടാവട്ടെ. ഓക്കെ, കീർത്തിയുടെ ആറ്റിറ്റ്യൂഡ്, കീർത്തിയുടെ ഒരു സോങ്ങിനോടുള്ള അപ്രോച്ചും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്.
ഓക്കെ സർ. ശ്രുതി ആ. മാത്രം ഒന്ന് ടയർഡായോ? ഇല്ല. ഓക്കെ, നന്നായിരുന്നു. താങ്ക് അതുപോലെ യു. കോറസും അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ചേച്ചി കീർത്തിസ് എന്താ ചേച്ചി? കലക്കി, താങ്ക് യു ചേച്ചി. സൂപ്പർ ആയിരുന്നു. you. എനിക്ക് ഇഷ്ടപ്പെട്ടു മോളുടെ ആ ഒരു പെർഫോമൻസ്. കാരണം കീർത്തിക്ക് ഒരു കോൺഫിഡൻസ് ഇങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോൾ വേറെ തന്നെ ഒരു ലെവൽ കീർത്തിയാണ്. മറ്റേ മെലഡി സോങ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ഭയം കൊണ്ട് നടക്കുന്ന കീർത്തി ഇത്തരത്തിലുള്ള പാട്ടുകൾ വരുമ്പോൾ ആ ഒരു ഒരു ഉഷാർ ഒരു കൂടുതലാണ്. അപ്പോൾ അത് ആ ഡാൻസും എല്ലാം ഇതിങ്ങനെ പാടി ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം ഒരു മെയിൽ സിംഗർ കൂടെ വേണം. ഇതിൽ കുറേ ഭാഗങ്ങളൊക്കെ ഹൈ പോർഷൻസും ഒക്കെ മെയിലാണ് വരുന്നത്. പക്ഷെ എന്നാലും മോൾ അത് ഫീൽ ചെയ്യിപ്പിക്കാതെ മോളുടെ ഒരു രീതിയിൽ മനോഹരമാക്കിയത്. താങ്ക് യു മാം. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഫാസ്റ്റ് നമ്പേഴ്സ് പാടുമ്പോഴത്തേക്ക് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് വരുമ്പോഴത്തേക്കുള്ള ചെറിയ മൈനറായിട്ടുള്ള ശ്രുതി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ബട്ട് അതർവൈസ് ഓൺ ഒരു പെർഫോമൻസ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഉഗ്രനായിരുന്നു. താങ്ക് യു. ഒരുപാട് എൻജോയ് ചെയ്തു. നമ്മുടെ കോറസ് പിള്ളേരും പൊളിച്ചടുക്കി. എല്ലാം നമ്മുടെ ഓർക്കസ്ട്രയും എല്ലാവരും മനോഹരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു മോളെ. ആൻഡ് യു ലുക്ക് സ്റ്റണിംഗ്. താങ്ക് യു ചേച്ചി. ബ്യൂട്ടിഫുൾ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു ചേച്ചി. ശരത് സാർ. ഹായ് കീർത്തി. ഹായ്. അല്ല, എന്തൊക്കെയാലും ഒരു ധൈര്യമായിട്ട് നിന്ന് പാടി. അതിൽ സല്യൂട്ട്. താങ്ക് യു. അങ്ങനെ വേണം. അത് നമ്മുടെ കയ്യിൽ നിന്ന് പാട്ട് പോയാലും കുഴപ്പമില്ല, പാട്ട് കട്ടയ്ക്ക് നിൽക്കുക, അതാണ് വേണ്ട ധൈര്യം. അത് എന്നാലും ഒരു കീറ് വെച്ച് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. കീറും എന്നുള്ള ഒരു പേടി മുമ്പിൽ നിൽക്കുന്നവനെങ്കിലും വേണം. അത് മതി, നമ്മൾ അടിച്ചില്ലാലും കുഴപ്പമില്ല. നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു സർ. അപ്പം എന്തൊക്കെയാലും നമ്മുടെ ചക്കര ജേക്സിന്റെ പാട്ടായതുകൊണ്ടും കുറേ ഇഷ്ടം എനിക്ക്. താങ്ക് യു സർ. കാര്യം ജേക്സുമായിട്ട് അത്രയ്ക്ക് ഒരു സ്നേഹബന്ധമുണ്ട്. പിന്നെ ജേക്സ് ഈ അടുത്തും ജേക്സിന്റെ മക്കളുടെ ഒരു കൊച്ചു വീഡിയോ അയച്ചു തന്നു. അയ്യോ നല്ല ചക്കരകൾ, എൻ്റെ പാട്ട് എന്തോ മാലയമാണെന്ന് തോന്നുന്നു, അതിൻ്റെ പുറകിലുണ്ട്. ഞാൻ പറഞ്ഞു നിന്റെ മക്കള് ചക്കരകളാന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് ചെയ്തു. അപ്പോൾ അങ്ങനെ ജേക്സിന്റെ പാട്ട് എടുത്തുകൊണ്ട് വന്ന് പാടിയതിൽ കുറേ സന്തോഷം. താങ്ക് യു സർ. പ്രത്യേകിച്ച് ശ്രേയാ ഘോഷൽ എന്തിനായിരുന്നു ഈ പാട്ടിന് എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. പിന്നെ ഓക്കെ, അതങ്ങനെ ഒരു ട്രൈ ചെയ്യാമല്ലോ. രസം, നൈസ്. മൊത്തത്തിൽ നല്ല എന്താ പറയുക ഒരു ഓളം ഉണ്ടായിരുന്നില്ല. താങ്ക് യു സർ. ഈ ശ്രുതി അവിടെ ചില ഏരിയകൾ ഈ നിർത്തുന്നതൊക്കെ അങ്ങ് ഷാർപ്പാകുക, അതേ ഉള്ളൂ. ഓക്കെ. പക്ഷേ പാട്ടിന്റെ സ്വഭാവത്തിന് അതൊട്ടും ബാധിച്ചിട്ടില്ല. ഇത് പറഞ്ഞൊരു മ്യൂസിക്കൽ റിയാലിറ്റി ഷോ ആയതുകൊണ്ടാണ് പറയുന്നത്. അതും കൂടെ കുറെ ശ്രദ്ധിച്ചോളുക. അപ്പൊ അതിനൊരു കുറേയും കൂടെ ഗും കാണും. ഇപ്പം പിന്നെ ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പോ ജെയ്ക്സിനെ പറ്റി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വേണ്ട പറയണ്ട, അത് തീരില്ല. അതെ. കാരണം നമ്മളൊക്കെ ഒരുമിച്ച്, കാരണം ജെയ്ക്സ് ആദ്യം കമ്പോസ് ചെയ്ത സോങ് ഞാനാണ് പ്രോഗ്രാം ചെയ്തത്. അപ്പം അങ്ങനെ ഒരുപാട് മെമ്മറീസ്. ഞാൻ ഫസ്റ്റ് ടൈം കൊച്ചിയിലേക്ക് മാറുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു കോമൺ ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അർജുൻ്റെ ഫ്രണ്ടായിരുന്നു ജെയ്ക്സ്. പിന്നെ വിനീത് വരുന്നു. അങ്ങനെ നമ്മളൊരു സർക്കിളായി ട്രാവലിംഗ്, ആൽബം ഷൂട്ടിംഗ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വൻ സംഭവം. ഒരു ടൈം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഓഡിയോ പ്ലേ ചെയ്യാം. ഓക്കെ. ഹായ് കീർത്തി, ഇത് ജെയ്ക്സ് ബിജോയ് ആണ്. ഷാൻ ഇപ്പം കലാപക്കാര കീർത്തി പാടിയത് കേൾപ്പിച്ചു. അടിപൊളിയായിട്ടുണ്ട്. നല്ല എക്സ്പ്രഷൻ, നല്ല പെപ്പി ആയിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. കീർത്തി, ജേക്സേട്ട പാട്ട് കേട്ടു. ഞാൻ കുറച്ച് കേൾപ്പിച്ചു കൊടുത്തു, പിന്നെ ബാക്കി എനിക്കും കേൾക്കണല്ലോ. അപ്പൊ എന്നിട്ട് ഞാൻ ഫോൺ അവിടെ വെച്ചു. അതിന് വിഷമിക്കണ്ടാടാ, ജേക്സ് നല്ല മനുഷ്യനാണ്, ഉഗ്രൻ, നല്ല ചക്കരയാണ്, ഒരു വണ്ടർഫുൾ. നമുക്ക് സ്നേഹിക്കാൻ തോന്നും ജേക്സിനെ. നല്ലൊരു വണ്ടർഫുൾ പേഴ്സണാണ്. ഒന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ഇല്ല. അതുകൊണ്ടാണ് ഇത് തുടങ്ങാത്തത്. ജേക്സേ, ലവ് യുടാ. താങ്ക് യു ഗൈസ്. ജേക്സേ, ലവ് യുടാ. അപ്പൊ ചക്കരെ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. എനിക്ക് കുറെ ഇഷ്ടം. പ്രത്യേകിച്ച് നീ ഇത് ഈ സ്റ്റേജിലൊക്കെ ഇമാതിരി പാട്ടുകൾ പാടി കലക്കുന്ന ഒരാളാണല്ലോ, അല്ലേ? ഇത് ഇഷ്ടവുമാണ്. അവിടെ ഒരു സ്ട്രോങ് ഏരിയ എന്ന് പറഞ്ഞാൽ കുറേ സംഗതികളുള്ള പാട്ടും പിന്നെ സംഗതികളൊന്നും ഇല്ലാത്ത ഇങ്ങനെ ആളുകളെ ത്രസിപ്പിക്കുന്ന പാട്ടുകൾ, അല്ലേ? ഐ ആം റൈറ്റ്? യെസ് സർ. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് തോന്നും കണ്ട്. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു. ആ ഡാൻസും ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അപ്പൊ വണ്ടർഫുൾ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. കീർത്തി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. നന്നായിരുന്നു. താങ്ക് യു സർ. കാരണം നല്ല ശബ്ദം, കാരണം ബ്യൂട്ടിഫുൾ വോയിസ്. ഇത് ഇതിന്റെ ഒറിജിനൽ പിച്ചാണോ? ഇത് അതെ ആണ്. കാരണം ശ്രേയാ ഘോഷലിനെ കൊണ്ട് പാടിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് ശ്രേയക്ക് വളരെ ലോ ആയിരിക്കും ഈ സംഭവം. അപ്പൊ സംതിങ് ഡിഫറെന്റ്, അതായിരിക്കും ജേക്സ് ഉദ്ദേശിച്ചത്. നന്നായിരുന്നു കേട്ടോ. ഇപ്പം ഷാൻ പറഞ്ഞ പോലെ ശകലം ശ്രുതി അവിടെ ഇവിടെ ആയിട്ട് പോയെന്നുള്ളതല്ലാതെ ടോട്ടാലിറ്റിയിൽ ഇറ്റ് വാസ് വെരി ഗുഡ്. നല്ല രസമുണ്ടായിരുന്നു. എടുത്ത് പറയേണ്ടത്, ഞാൻ ഞെട്ടിപ്പോയി.
ഇത്രയും സ്റ്റെപ്സ് ഒക്കെ ചെയ്തപ്പോൾ ഇറ്റ് വാസ് സോ ഗ്രേസ്ഫുൾ. നന്നായിരുന്നു. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കീർത്തിയുടെ ഇത്രയും ഇതുവരെ ഞാൻ കണ്ടിട്ടുമില്ല ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യുന്നത്. ഇങ്ങനൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ ഞാൻ എന്റെ പ്രോഗ്രാമിനൊക്കെ വിളിച്ചതിനാണ്. അയ്യോ അണ്ണാ ഇതൊരു സാമ്പിൾ വെടിക്കട്ടെ. പിന്നെ അതിനുണ്ട് അവിടെ അടുത്ത്. കീർത്തി നന്നായി കളിക്കും സർ. മറ്റേ ഹൊറർ സോങ് ഏതായിരുന്നു? അതെ ശരി, അപ്പൊ നമുക്ക് നോക്കാം. എന്തായാലും ജേക്സിന്റെ ഒരു പാട്ടെന്ന് പറഞ്ഞപ്പം ജേക്സ് മദ്രാസിലായിരുന്നപ്പോ അണ്ണാച്ചി അവിടെ ഞാൻ 2-3 പടത്തിൽ പാടിയിരുന്നു. അവിടെ എം ലോഞ്ച് ഉണ്ടായിരുന്നല്ലോ, അവിടെ ആയിരുന്നു ജേക്സ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. ജേക്സിന്റെ ഇപ്പൊ അസിസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ വർക്ക് ചെയ്യുന്നതെല്ലാം നമ്മുടെ വിൻസെന്റ് ആണ്. പണ്ട് ജോൺ സേട്ടന്റെ കൂടെ ഒക്കെ ഉണ്ടായിരുന്ന വിൻസെന്റ് ആണ്. പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ ഇനിയിപ്പം ഞാന് ജേക്സിന്റെ ഇപ്പം തുടരും അതെല്ലാം പാടിയായിരുന്നു. ഇനിയിപ്പോ പുതിയ പടത്തില് 2 കിണ്ണം പാട്ടുകളുണ്ട്. അതായത് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവുന്ന 2 സോങ്. അപ്പൊ എന്തായാലും ജേക്സ് ഞങ്ങൾ മിക്കവാറും സംസാരിക്കാറുണ്ട്. ഇപ്പം ജേക്സിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്രിസ്ത്യൻ ഡിവോഷനും പാടി. അടിപൊളി ഒരു പാട്ട്, നല്ലൊരു പാട്ട്. അപ്പോൾ ഈ പാട്ടും നല്ലൊരു രസമുണ്ടായിരുന്നു. കീർത്തി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ശ്രുതി മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ബട്ട് ഗുഡ്. ആറ്റിറ്റ്യൂഡ് തന്നായിരുന്നു. എനിക്ക് സന്തോഷമായി, നല്ല കമന്റ്സ് ഒക്കെ കേട്ടോ. അതെ ശരത് സർ. കീർത്തി, എന്താ സർ? എത്ര മാർക്ക്? എന്റെ മുഖത്ത് നോക്കിയാൽ നിനക്കത് വായിച്ചെടുക്കാം. എന്നാലും പറ, നീ പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. 9.3. 9.3. താങ്ക് യു സർ. എം ജി സർ 9.3. താങ്ക് യു സർ. ഷാനിക. ഓക്കെ, സോ ടോട്ടൽ 18.6. സൂപ്പർ. അപ്പൊ ജഡ്ജസ് ലേറ്റസ്റ്റ് ഹിറ്റ്സ് റൗണ്ടിൽ കീർത്തിയും പാടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ 2 ടീംസും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം, ട്രിബ്യൂട്ട് റൗണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഈസ്റ്റേൺ മാജിക് ബീച്ചിൽ നിന്നാണ് വിളിക്കാൻ പോകുന്നത്. കിഷോർ കുമാർ സാറിന് ട്രിബ്യൂട്ട് ആയിട്ട് വരുന്നു സഞ്ജയ്. मस्तानी कब आएगी तू, बीत जाए जिंदगानी कब आएगी तू, चलिया तू चलिया, मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीत जाए जिंदगानी कब आएगी तू, चलिया आ तू चलिया। प्यार की गलियां, बागों की गलियां, सब रंग रलिया पूछ रही है, प्यार की गलियां, बागों की गलियां, सब रंग रलिया पूछ रही है, गीत पंखड़ पे किस दिन गाएगी तू, मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीत जाए जिंदगानी कब आएगी तू, चलिया तू चलिया। फूल
फूल सी खिल के पास आ दिल के दूर से मिल के चैन आए फूल सी खिल के पास आ दिल के दूर से मिल के चैन आए और कब तक मुझे तड़ पाएगी तू मेरे सपनों की रानी कब आएगी तू आए रुत मस्तानी कब आएगी तू बीत जाए जिंदगानी कब आएगी तू चलिया तू चलिया क्या है भरोसा आशिक दिल का और किसी पे ये आ जाए क्या है भरोसा आशिक दिल का और किसी पे ये आ जाए आ गया तो बहुत पछताएगी तू मेरे सपनों की रानी कब आएगी तू आए रुत मस्तानी कब आएगी तू बीत जाए जिंदगानी कब आएगी तू चलिया तू चलिया मेरे सपनों की रानी कब आएगी तू आए रुत मस्तानी कब आएगी तू बीत जाए जिंदगानी कब आएगी तू चलिया तू चलिया चलिया आ तू चलिया चलिया तू चलिया What a song. സൂപ്പർ പെർഫോമൻസ്. സഞ്ജയ് ഇതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു പാട്ട് വന്നു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ പെർഫോമൻസ് അതിൽ കൊണ്ടുവരാം എന്ന് ചിന്തിച്ച് അത് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ആളാണ് സഞ്ജയ്. ബിഗ് താങ്ക്സ് ടു സാഹുലേട്ടൻ. ആ, സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാം നമുക്ക്. ഇവിടെ ഭയങ്കര ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന ഒരാളുണ്ട്, നമുക്ക് ആളോട് തന്നെ ആദ്യം ചോദിക്കാം. എം ജി സാർ, സാർ ഓർക്കസ്ട്ര ഒക്കെ അവിടെ നിന്ന് വായിക്കും. മോനെ, ഈ പാട്ട് എന്തൊരു ഇമ്പാക്റ്റ് ആണെന്നറിയോ? നമ്മൾ പബ്ലിക്കിന്റെ ഇടയിൽ പാടിക്കഴിഞ്ഞുണ്ടല്ലോ, അവർ ഇപ്പോഴും നമ്മുടെ ഒരു ഷോയ്ക്ക് ഈ പാട്ട് പാടുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഒന്നൊന്നര ഇളക്കമായിരിക്കും. ഈ പാട്ടൊക്കെ പിന്നെ എന്തൊരു രസമാണെന്ന് പാടുമ്പോ തന്നെ നമുക്ക് എന്തൊരു ഇതാണ്. നല്ല ബ്യൂട്ടിഫുൾ സോങ്. മുഹമ്മദ് റാഫി എന്ന് പറഞ്ഞൊരു വലിയൊരു ലെജൻഡ് നിൽക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിനോട് ഒട്ടും സാമ്യമില്ലാത്ത ഒരു സ്റ്റൈലും ഒരു വോയിസുമായിട്ടാണ് കിഷോർജി വന്നത്. അതങ്ങ് ഏറ്റു. അത് കൂടുതലും പാടിയിരിക്കുന്ന ഐ തിങ്ക് ഇറ്റ്സ് ഫോർ രാജേഷ് ഖന്ന. ഒരുപാട് പാട്ട്, എത്ര പാട്ടുകളാണ്. അപ്പം മോൻ നന്നായിട്ട് പാടി. പക്ഷെ ഇതിനകത്ത് അതായത് നിങ്ങൾ ആ താളം ഇട്ട് ഋതം വായിച്ച് അവിടെ തന്നെ मेरे सपनों की रानी कब आएगी तू आए रुत मस्तानी कब आएगी तू बीत जाए जिंदगानी कब आएगी तू चलिया तू चलिया मेरे सपनों की कब आएगी तू आए रुत मस्तानी कब आएगी तू बीत जाए जिंदगानी कब आएगी तू चलिया आ तू चलिया. ഒത്തിരി വിബ്രേറ്റം കൂടെ. ഓക്കെ, അത് അവിടെ ആ ഒരു ഇത്തിരി വിബ്രേറ്റ് വന്നാലേ ആ പാട്ടിന്റെ ആ ഫീലിൽ വരത്തുള്ളൂ. പിന്നെ ഏതോ ഒരു 1-2 സ്ഥലം കബ് തക്ക് और कब तक मुझे तड़े पाए അവിടെ നമ്മുടെ സംഗതി അത് വന്നു കഴിഞ്ഞാൽ പോയി. പ്ലെയിൻ നോട്ട് അത് തന്നെയാണ്. मुझे तड़े पाएगी तू. ഓക്കെ മോനെ, ആ മലയാളത്തിന്റെ നമ്മുടെ ഒരു ക്ലാസിക്കൽ ഇതിന്റെ ഒരു ഇത് വരുന്നുണ്ട്, മാറ്റിയാൽ മതി, കുഴപ്പമില്ല. പക്ഷെ പാട്ട് നന്നായിട്ട് പാടി. പിന്നെ ചലിയ, അവിടെയൊക്കെ ശകലം പ്രശ്നം ഉണ്ടായിരുന്നു.
എന്നാ ഡാൻസ് ഇത് ആ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പാട്ടില് കോൺസെൻട്രേറ്റ് ചെയ്തോ ഡാൻസ് കോൺസെൻട്രേറ്റ് ചെയ്തോ? രണ്ടിലും പോവാതെ ഡാൻസ് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ രണ്ടും കൊള്ളാൻ മോനെ, പ്രശ്നമൊന്നുമില്ല. ഈ ഒരു സ്റ്റൈല്, ഈ കിഷോർ ദായുടെ ഒരു സ്റ്റൈൽ ഒന്ന് അഡോപ്റ്റ് ചെയ്താൽ മതി, ബാക്കി എല്ലാം ഓക്കെ. ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഓക്കെ അല്ലേ? വേറെ എന്തെങ്കിലും പറയണോ? വേണ്ട. പറഞ്ഞാലും കുഴപ്പമില്ല സാർ. അല്ല, ഇത് ആരെ ആലോചിച്ചോണ്ടാ പാടി? അങ്ങനെ വെറുതെ വെറുതെ എന്റെ അടുത്ത് ചോദിച്ചില്ലേ ചോദിക്കാന്? ആരെങ്കിലും ആലോചിച്ചായിരുന്നു? സത്യം പറ. ഇല്ല, അങ്ങനെ ആലോചിക്കുന്ന ആരുമില്ല. അയ്യോടാ, അതൊരു ഗൽഗതത്തോടു കൂടിയാ പറയുന്നത്. ആലോചിക്കാൻ ഉടനെ തന്നെ ഉണ്ടാവട്ടെ, അതോടെ എല്ലാം കഴിയൂടാ. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. നന്നായിരുന്നു. താങ്ക് യു സർ. ചേച്ചി സഞ്ജയ് മാം. കാലക്കി. താങ്ക് യു. എനിക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഇപ്പം MG സാർ പറഞ്ഞ മാതിരി ഈ പാട്ട് എപ്പോൾ കേൾക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി വരും, ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് വരും, ഏതോ ഒരു കാലഘട്ടത്തിൽ ഒരു മാജിക് വേൾഡിലേക്ക് എത്തിയ പോലെ ഒരു ഫീലിംഗ് വരും. അങ്ങനെ ഒരു സൂപ്പർ സെലക്ഷൻ. ആരാണ് സെലക്ട് ചെയ്തത്? ഞാൻ തന്നെ സെലക്ട് ചെയ്തത്. അപ്പൊ നിനക്കാണ് ഏറ്റവും വലിയ കയ്യടി. താങ്ക് യു. ഉഗ്രൻ സെലക്ഷൻ. നന്നായി പാടി. ഇപ്പം ആ ഒരു അതിന്റെ ഒരു രീതി കണ്ടോ സർ? അത് മാറ്റി പാടിച്ചപ്പോഴത്തേക്ക് ഉണ്ടല്ലോ, അതൊരു നല്ല ത്രോ ആണ്. അതാ ആ ഒരു സ്റ്റൈല് കുറച്ചുകൂടെ കൊണ്ടുവരാമായിരുന്നു. അതർവൈസ് സിംഗിങ് വൈസ് സൂപ്പർ സിംഗറാണ് സഞ്ജയ്. ആ ഒരു ഇതിനകത്ത് കിഷോർ ദായുടെ പാട്ടുകൾ ഫുൾ ഓഫ് എക്സ്പ്രഷൻസ് ആണ്. അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ നമ്മളിപ്പോൾ സ്റ്റേജിൽ അദ്ദേഹത്തിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ? സ്റ്റേജിൽ പാടുന്നത് നിന്ന് ഉരുണ്ട് കിടന്ന് ചാടി ഇങ്ങനെയൊക്കെയാണ്. ഭയങ്കര പെർഫോമറാണ് സ്റ്റേജിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോസ് കാണാൻ പോകുമ്പോൾ അത് പാട്ട് കേൾക്കുക മാത്രമല്ല കാണാനും ഭയങ്കര രസമായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹം കൊടുക്കുന്ന ആ ഒരു സിനിമാറ്റിക് ഫീലില്ലേ, അത് തന്നെയാണോ ആ ഒരു പെർഫോമൻസ് ഓൺ ദ സ്റ്റേജ് ലൈവ് പാടുമ്പോഴത്തേക്ക് കൊണ്ടുവരുന്നത്. ഭയങ്കര ഒരു സിംഗറാണ്. ഉഗ്രൻ കിഷോർ ദായുടെ ഈ ഒരു പാട്ട് സെലക്ട് ചെയ്തതിൽ ഇതുണ്ടല്ലോ യോഡ്ലിംഗ് ഒക്കെ അയ്യോ ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലായിരുന്നു ക്രിയേറ്റ് ചെയ്തത്. എത്രയോ പാട്ടുകൾ, എത്ര പാട്ടുകൾ. മോനെ ഫാന്റാസ്റ്റിക്. എനിക്ക് ഇതിൽ ആകപ്പാടെ തോന്നിയ ഒരു കാര്യം കുറച്ച് ആ ഒരു ആക്സെന്റ് വരാമായിരുന്നു. അതിന്റെ ഒരു സ്റ്റൈലല്ലേ, കുറച്ച് ഗമകാസ് കൂടിയ പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഇടയിലൊക്കെ. പക്ഷെ ഈ പാട്ടിന് ഒരു ഓളമുണ്ട്. ആ പാട്ടിന്റെ ആ ഓളത്തിൽ നമ്മൾ അങ്ങ് എൻജോയ് ചെയ്തങ്ങ് പോയി. നമ്മുടെ ഓർക്കസ്ട്ര പറയാതിരിക്കാൻ വയ്യ, മനോഹരമായിരുന്നു, സൂപ്പർബായിരുന്നു. എന്തായാലും ശരിക്കും ഇങ്ങനൊരു സർ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു പിക്ചറൈസേഷനെ ഒരു ട്രെയിനിൽ പോകുന്ന സീക്വൻസിൽ ഒരു ട്രെയിനും ഒരു വണ്ടി ഇപ്പുറത്ത് ഓടിച്ചോണ്ടിരിക്കും, അത്രേ ഉള്ളൂ. ആ ട്രെയിനിന്റെ ആ സൗണ്ടുമായിട്ട് ഇത് മാച്ച് ചെയ്തിട്ടാണ് അതിന്റെ ഒരു മ്യൂസിക് പോയിരിക്കുന്നത്. ഭയങ്കര ക്രിയേഷനെ ആലോചിച്ച് ഇമാജിൻ ചെയ്ത ഒരു രീതി. ഉഗ്രൻ. ക്രിയേറ്റേഴ്സിന് ഒരു വലിയൊരു പ്രണാമം ഈ ഒരു അവസരത്തിൽ. ഗോഡ് ബ്ലെസ് യു മോനെ. താങ്ക് യു ചേച്ചി. ശരത് സർ. എടാ ചക്കരെ, സാറേ. എടാ CID മൂസേ, എടാ നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു സാർ. ഇത് ആകെ ഉള്ള കുഴപ്പം എന്താണെന്നറിയോ? ഇപ്പോൾ ഒന്ന് ശ്രുതി തരാൻ പറ്റുമോ രജിത്ത്? അങ്ങനെ ആക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ കച്ചേരി സ്വരം പാടാൻ തോന്നുന്നത്. ദരാനി അത്ര മതി. ദീനി അത് മതി. നാക്കുമ്പോഴത്തേക്ക് നമ്മളും അല്ല അതും അല്ലാത്തൊരു കണ്ടീഷൻ വരും കേട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ മോനെ ഈ നീനാനാ മതി. അവിടെ അത് വേണ്ട. ആ വിബ്രാട്ടോ അതൊരു ഓടായിട്ട് ഫീൽ ചെയ്യും. അത് അങ്ങനെ കുറച്ചും കൂടെ പ്ലെയിൻ ആണെങ്കിൽ അത് ബെസ്റ്റ്. മതി. തൂ അത്രയും വേണ്ട. തൂ അത് മതി. മതി മതി. കാര്യം നീ എനിക്ക് പറയാനുള്ള പ്രധാനമായിട്ടുള്ള കാര്യം ഈ പാട്ടിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ എല്ലാം പഠിച്ചിട്ടുണ്ടവൻ. നമ്മൾ ഒരു ചോദ്യത്തിന് പോലും നീ മിഴങ്ങിയസയാന്ന് പറഞ്ഞ് നിന്നില്ല. എല്ലാം നല്ല അതിമനോഹരമാണ്. എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെ ആവരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. ഈ പടവും ഒരു 4-5 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവില്ലേ അല്ലേ? വീഡിയോ കണ്ടല്ലോ. വല്ലാത്തൊരു എനർജിയാണ് ഈ പാട്ടിന്. അത് പ്രത്യേകിച്ച് കിഷോർ ദായുടെ സിംഗിങ്, ആ റെൻഡറിങ് സ്റ്റൈല് ഒരു നിവൃത്തിയില്ല. മുഹമ്മദ് റാഫി സാബ് ഇങ്ങനെ അലുവ കഷണങ്ങൾ ഓരോന്ന് ഇങ്ങനെ വാരി എറിയുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ
വേറൊരു പുതിയൊരു ഐറ്റമായിട്ട് അതുകൊണ്ടാണ് അദ്ദേഹം നിന്നത്. ഇപ്പൊ റാഫി സഹാബിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വരുന്നത് ഒറിജിനലായിട്ട് റാഫി സാബ് ഉള്ളപ്പോൾ എന്തിനാണ് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്? ഒരു സിറോക്സിന്റെ ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെതായിട്ടൊരു പാത്തോസ് പാടിയാലും മൂക്കള പിടിഞ്ഞൊന്നും പാടത്തേ ഇല്ല. അതങ്ങ് സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ടാണ് സിംഗിങ്. അദ്ദേഹത്തിൻ്റെ ലൈവ് ഷോകൾ വീഡിയോസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്ത് രസമാണെന്നറിയാം നിന്ന് പാടുന്നത് കാണാനേ. ഭയങ്കര ചില മൂമെൻറ്റ്സ് ഒക്കെ അദ്ദേഹം ചെയ്യുന്ന ഒരു നിവൃത്തിയില്ല. ചില പാട്ട് ഞാൻ കേൾപ്പിച്ചുതരാം നിനക്കേട്ടോ, അതൊക്കെ കാണണം നിങ്ങൾ. അപ്പം ചക്കരെ പഞ്ചാരെ CID മൂസേ, നീ നന്നായിട്ട് പാടിയതാ. എനിക്ക് കുറേ ഇഷ്ടമായടാ ചക്കരെ. പിന്നെ എനിക്ക് വേണ്ടി നമ്മുടെ രജത്തും സംഘവും ഇതിന്റെ പിറകിൽ ഇത്രയും ഇതിനെ ബ്യൂട്ടിഫൈ ചെയ്യുന്ന അതിന്റെ ഒരു ഓർക്കസ്ട്രേഷൻ ഉണ്ട്, അതിന്റെ ഒരു സ്ട്രിങ് അറിയുന്നുണ്ട്. അവര് മൊത്തം നേരം അവർ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത് നമുക്ക് ആ പാട്ടില്ലാതെ അത് മാത്രം ഒന്ന് കേൾക്കാം. ഒരു 1 2 3 കൊടുത്തിട്ട് പല്ലവി. ഇതൊക്കെ അത് ലൈവ് അവിടെ അത്രയും പേര് വായിക്കുമ്പോഴേ അവരുടെ കൂടെ നിന്ന് പാടുന്ന എന്തൊരു സുഖമായിരിക്കും. സുശീലാമ്മ പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ ശരത് മുന്നേ എല്ലാം പാടുമ്പോൾ നമ്മുടെ കൂടെ കുറേ ഒരു 100 പടയാളികളുള്ളപ്പം നമ്മൾ പാടുന്ന അത്ര ധൈര്യത്തിൽ പാടാൻ പറ്റും. അത്ര ഓർക്കസ്ട്ര ഉള്ളപ്പോഴേ എല്ലാം കണ്ടല്ലേ ഇരിക്കുന്നത്. ഇതിപ്പോൾ ഇക്കാലത്ത് അങ്ങനല്ലല്ലോ. ചിലപ്പോൾ സുശീലമ്മ മാത്രമേ കാണത്തുള്ളൂ റെക്കോർഡിങ് എഞ്ചിനീയർ. അത് ரொம்ப பயமாக இருக்கும் എനിക്ക് പാടുறதுக்குன்னு എന്ന് പറഞ്ഞാൽ അതൊരു വൈബാടാ. നമ്മൾ റിഹേഴ്സ് ചെയ്ത് പണ്ടനൊക്കെ അറിയാതെ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ ഒരു ഇമ്പാക്റ്റ് അന്ന് കണ്ണൂർ രാജമാഷ്ട ചിത്രത്തിൽ മറ്റേ ദൂരക്കിഴക്ക് ദിക്കിൻ എന്നുള്ള പാട്ടുണ്ട്. അപ്പോൾ AVMG സ്റ്റുഡിയോ. ഞാൻ സത്യം പറഞ്ഞാൽ അതിനകത്തോട്ട് കയറുമ്പോൾ കയറാൻ സ്ഥലമില്ല. മൊത്തം വയലിന് വിയോളോ ചെല്ലോ ഡബിൾ ബാസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ അങ്ങ് അറ്റം വരെ കീബോർഡ് ഇതെല്ലാം ഇരിക്കുന്നു. ആദ്യത്തെ തര 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 എൻ്റെ അമ്മേ. അതിൻ്റെ നടുക്ക് നിന്ന് റിഹേഴ്സലിന് ഞാൻ പാടണം. എനിക്കൊരു ചെറിയൊരു മൈക്കും കീബോർഡ് മുരളി ആരാണെന്ന് ഓർമ്മയില്ല, ചെറിയ സ്പീക്കർ കാണും, ചെറിയ സ്പീക്കർ. കാരണം എൻ്റെ ശബ്ദം വെള്ളി കേൾക്കണ്ടേ, കാരണം ഇത്രയും പേര് വായിക്കല്ലേ. ആ ഒരു ഫീൽ ഒരിക്കലും നമ്മുടെ ചെറിയ പെട്ടിക്കകത്തോ അല്ലെ TV-യിലോ അല്ലെ ഒന്നിലും കിട്ടില്ല. ആ ലൈവ് ഇപ്പൊ ഇവിടെ ഇരുന്ന ഒരു 40 വയലിൻ അല്ലെ 50 വയലിൻ ഒരു പീസ് വായിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ആ പാട്ടിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് എനിക്ക് ആ വയലൻസിൻ്റെ ഇത് തോന്നി. പിന്നെ ഞാൻ ട്രാക്ക് പാടിയ ഒരു പാട്ടുണ്ട്, കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന് പൈങ്കി. അതും ഇതൊക്കെ ലൈവായിട്ട് കുറേ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. അതിൽ 1-2 എണ്ണം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. അതൊക്കെ ഒരു കാര്യം. നിങ്ങളിപ്പോൾ ഉള്ള ഈ ഒരു ജനറേഷൻ മിസ് ചെയ്യുന്നത് അതാണ്. ഇപ്പം ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊക്കെ വല്ലതും എപ്പോഴോ 12 വർഷത്തിൽ ഒരു തവണയൊക്കെ സംഭവിക്കുന്നതാണ്. അല്ലാതെ ആരും വലുതായിട്ട് ചെയ്യുന്നില്ല. കുറച്ച് ഒരു 15 പേര് വയലിൻ എന്ന് പറഞ്ഞാൽ അത് സെപ്പറേറ്റ് എടുക്കുകയാണ്. ഇപ്പം എല്ലാവരും കൂടെ ചേർന്നിരുന്നൊരു പരിപാടിയില്ല, അതിനുള്ള സ്ഥലവും ഇല്ല. അപ്പം അതാത് പോയി അത് കാര്യം അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമില്ല. അത്രേ ഉള്ളൂ. താങ്ക് യു സർ. മകനെ കലക്കി. ഈ പാട്ട് ഒരു മൂഡേഷ് പാട്ടാണ്. എത്ര കാലങ്ങളായി ഇതിങ്ങനെ എത്ര സ്റ്റേജസിൽ എത്രയോ പേര് ഇത് പാടിയിട്ടുണ്ട്. ഇപ്പോഴും സ്റ്റേജിൽ വർക്കാവുന്ന ഒരു പാട്ട്, ബ്യൂട്ടിഫുള്ളി പിക്ചറൈസ് ചെയ്ത ഒരു പാട്ട്. ഈ പറഞ്ഞ മഞ്ജരി പറഞ്ഞ പോലെ ഒരു ട്രെയിനിന് പാരലായിട്ട് ഒരു ജീപ്പിൽ രാജേഷ് ഖന്ന, ട്രെയിനകത്ത് ശർമിള ടാഗോർ, പുറകിൽ ഹിമാലയം ഒക്കെ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ, നമ്മുടെ ചെയ്യ ഒക്കെ പോലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പിക്ചറൈസ് ചെയ്ത ഒരു സോങ്. പിന്നെ കിഷോർദയുടെ പാട്ടുകൾ എന്ന് പറയുന്നത് എപ്പോഴും മാജിക്കാണ്, ഒരു രക്ഷയില്ല. ഈ സിനിമയിൽ തന്നെ വേറൊരു ഉഗ്രം പാട്ടുണ്ട്, ഏതാണെന്നറിയാം? ആറ്റിറ്റ്യൂഡാണ് മൂപ്പര്, ഒരു രക്ഷയില്ലാത്ത. ഇതുപോലെ തന്നെ ഇപ്പൊ ഈ മേരെ സപ്നോ കെ റാണി പോലെ തന്നെ മേരെ സാമനെ വാലി ഖിഡ്കിമേ, അത് വേറൊരു ഐറ്റം. അതിൽ പുള്ളി ഉണ്ട് താനും. അപ്പം മോൻ ഇത് ഉഗ്രനായിട്ട് പാടിയിട്ടുണ്ട്. ആ ഒരു ചിയർഫുൾനെസ്, ആ ഒരു പ്ലേഫുൾനെസ്, ആ ഒരു ഡാൻസ്, ആ സംഭവങ്ങളൊക്കെ
കലക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഷാനെ കുഞ്ഞ് ഈ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ ഉം. യൂണിവേഴ്സൽ ഹിറ്റാണ്. അതെ സത്യം. ഇപ്പൊ പറഞ്ഞില്ലേ ഗ്രൂപ്പ് തര രൂപ തരാമസ്ഥാന കോരാ കോരാ കാഗസ് അതുപോലത്തെ പാട്ടുകളൊക്കെ ഇപ്പം ഹിന്ദിയിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഇവിടെയും വെളിയിലും ഇന്റർനാഷണലി ഓൾസോ. അതെ അല്ലേ? പിന്നെ 100%. അപ്പൊ കലക്കി. ഐ എം പ്രൗഡ് ഓഫ് യു. താങ്ക് യു ഷാനിക്ക. പറഞ്ഞല്ലോ ഷാന്റെ ആളാണല്ലോ. അതെ. ഓക്കെ, മാർക്സ് വയ്ക്കാം. എം ജി സർ 9.2. താങ്ക് യു സർ. ശരത് സർ 9.3. താങ്ക് യു സർ. ചേച്ചി സഞ്ജയുടെ മാർക്സ് ഓക്കെ. സോ ടോട്ടൽ 18.5. സൂപ്പർ. ഓക്കേടാ.